ഇന്ന് നിക്ഷേപകർ ഏറെ ശ്രദ്ധിച്ച ഓഹരിയായിരുന്നു LICയുടേത്. കമ്പനിയുടെ Q4 റിസൾട്ട് മാർക്കറ്റ് അവേഴ്സിന് ശേഷം കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് ഓഹരി സ്റ്റാർ ആയി മാറിയത്. ഓപ്പണിംഗ് ടൈമിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടായി. ഓഹരി 5% കുതിച്ചു. റിസൾട്ട് മാത്രമല്ല ഓഹരിയുടെ കുതിപ്പിന് പിന്നിൽ കമ്പനി ബോണസും ഡിവിഡൻഡും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് അനലിസ്റ്റുകളൊക്കെ തന്നെ നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയാണ് തുടരുന്നത്. ഇന്ന് നമുക്ക് അനലിസ്റ്റുകൾ LICക്ക് നൽകിയിട്ടുള്ള ടാർഗറ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. നിലവിൽ ഓഹരികൾ കൈവശം വെക്കുന്നവർ എന്ത് ചെയ്യണമെന്നും പുതിയതായി പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരമുണ്ടോ എന്നും പരിശോധിക്കാം. കമ്പനിയുടെ ലാഭത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 23% വർധനവാണ് ഉണ്ടായത്. ലാഭം 23,467 കോടി രൂപയായി. കമ്പനിയുടെ പ്രീമിയം വരുമാനത്തിലും മികച്ച വർധനമുണ്ടായിട്ടുണ്ട്. മൊത്തം പ്രീമിയം വരുമാനം 1.65 ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇതിൽ പുതിയ പോളിസികളിൽ നിന്നുള്ള ഒന്നാം വർഷ പ്രീമിയം 17%, നിലവിലുള്ള പോളിസികൾ പുതുക്കുന്നത് വഴിയുള്ള വരുമാനം 14% വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ LICയുടെ പ്രകടനം പരിശോധിച്ചാൽ വളരെ മികച്ച വളർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ വാർഷിക അറ്റാദായം 19% വർദ്ധിച്ച് 57,419 കോടി രൂപയിലെത്തി. പ്രധാനമായും നോൺ പാർട്ടിസിപ്പേറ്റിംഗ് വിഭാഗത്തിലുള്ള പോളിസികളുടെ വിൽപ്പനയിലുണ്ടായ 43.78% വമ്പൻ കുതിച്ചുചാട്ടം എടുത്തു പറയേണ്ടതാണ്. വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് 14,179 കോടി രൂപയായി ഉയർന്നപ്പോൾ ലാഭക്ഷമത സൂചിപ്പിക്കുന്ന VNB മാർജിൻ 21.2% മെച്ചപ്പെട്ടു. കൂടാതെ പുതിയ വ്യക്തിഗത ബിസിനസ് പ്രീമിയം 67,676 കോടിയായും ഗ്രൂപ്പ് ബിസിനസ് പ്രീമിയം 1.97 ലക്ഷം കോടിയായും വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും മികച്ച വളർച്ച നേടിയതോടെ മൊത്തം പ്രീമിയം വരുമാനം 5.36 ലക്ഷം കോടി രൂപ എന്ന കരുത്തുറ്റ നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ്. അതായത് നാലാം പാദത്തിലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും പൊതുവെ നല്ല ബിസിനസ് റിപ്പോർട്ട് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. റിസൾട്ട് അനൗൺസ് ചെയ്ത കൂട്ടത്തിൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് 2025-26 സാമ്പത്തിക വർഷത്തേക്ക് ഓഹരി ഒന്നിന് 10 രൂപ വീതം ഫൈനൽ ഡിവിഡൻഡ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ ലാഭവിഹിതം ലഭിക്കാൻ അർഹരായ ഓഹരി ഉടമകളെ നിശ്ചയിക്കുന്നതിനുള്ള റെക്കോർഡ് തീയതി 2026 ജൂൺ 25 വ്യാഴാഴ്ചയാണെന്ന് ബോർഡ് നിശ്ചയിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിന് പുറമെ 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരികൾ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കൈവശം LICയുടെ ഒരു ഓഹരി ഉണ്ടെങ്കിൽ പകരം ഒരു ഓഹരി കൂടി ഇനി സൗജന്യമായി ലഭിക്കും. ഇതിനുള്ള റെക്കോർഡ് ഡേറ്റ് മെയ് 29 ആണ്. അതായത് മെയ് 29-നോ അതിനു മുൻപോ LIC ഓഹരികൾ വാങ്ങി കൈവശം വെച്ചിട്ടുള്ളവർക്ക് ഈ ബോണസ് ലഭിക്കുമെന്ന് സാരം. ഈ പ്രഖ്യാപനങ്ങളിൽ അനലിസ്റ്റുകൾ ഒപ്റ്റിമിസ്റ്റിക് ആയാണ് തുടരുന്നത്. ഓഹരിയിൽ കവറേജ് നൽകിയിട്ടുള്ള 26 അനലിസ്റ്റുകളിൽ ഒരാൾ മാത്രമാണ് ഓഹരിക്ക് സെൽ എന്ന റേറ്റിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. 22 പേർ ഓഹരികൾ വാങ്ങാൻ ശുപാർശ ചെയ്യുമ്പോൾ 3 പേർ നിലവിലുള്ള ഓഹരികൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള സിറ്റിയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട അനലിസ്റ്റ്. സിറ്റി ബൈ റേറ്റിംഗ് നൽകിയപ്പോൾ ഓഹരി ഒന്നിന് 1,475 രൂപ എന്ന ടാർഗറ്റ് വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഇൻട്രാഡേ വില വെച്ച് നോക്കുമ്പോൾ 75% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ബ്രോക്കറേജ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. വിപണിയിൽ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന ടാർഗറ്റ് വിലയും ഇതാണ്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഉൽപ്പന്നങ്ങളുടെ വിഹിതത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവും അനുകൂലമായ യീൽഡ് കർവും കാരണം വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് മാർജിനിൽ 690 ബേസിസ് പോയിന്റിന്റെ വർധനവ് ഉണ്ടായതായിട്ടാണ് സിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. കടപ്പത്രങ്ങളിലും ഓഹരികളിലും ഉണ്ടായ നെഗറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് വേരിയൻസ് കാരണം കമ്പനിയുടെ എന്റർപ്രൈസ് വാല്യൂ 2025 സെപ്റ്റംബറിനെ അപേക്ഷിച്ച് 3% കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഏജന്റുമാരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുക, ഏജൻസി ഇതര മാർഗങ്ങളിലൂടെ ബിസിനസ് കൂട്ടുക എന്നിവയിൽ മാനേജ്മെന്റ് നടത്തുന്ന ശ്രമങ്ങളെ സിറ്റി എടുത്തു പറയുന്നുണ്ട്. നിലവിലെ വിപണി മൂല്യത്തെക്കാൾ ഉയർന്നതാണ് 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള എന്റർപ്രൈസ് വാല്യൂ എന്നതിനാൽ LICയുടെ വാല്യുവേഷൻ വളരെ ആകർഷകമാണെന്ന് സിറ്റി വിലയിരുത്തുന്നു. എങ്കിലും പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഘടനയിലെ അവ്യക്തത ഒരു പോരായ്മയായി തുടരുന്നതായും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബേൺസ്റ്റീൻ എന്ന ബ്രോക്കറേജ് സ്ഥാപനം LICക്ക് മാർക്കറ്റ് പെർഫോം എന്ന റേറ്റിംഗും 900 രൂപ ടാർഗറ്റ് വിലയുമാണ് നൽകിയിരിക്കുന്നത്. നാലാം പാദത്തിൽ കമ്പനിയുടെ വരുമാനത്തിൽ ആരോഗ്യകരമായ വളർച്ചയുണ്ടായതായിട്ട് അവർ നിരീക്ഷിച്ചിട്ടുണ്ട്. നോൺ പാർ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനകളിൽ ഉണ്ടായ വർധനവ് കാരണം പുതിയ വിൽപ്പനയിൽ നാലാം പാദത്തിൽ 22%, 2026 സാമ്പത്തിക വർഷത്തിൽ 18% വളർച്ച രേഖപ്പെടുത്തി. ഇടക്കാലയളവിൽ LICയുടെ മാർജിനുകൾ സ്വകാര്യ കമ്പനികൾക്ക് തുല്യമായ നിലയിലേക്ക് എത്തുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കിയെങ്കിലും അതൊരു സാവധാനത്തിലുള്ള പ്രക്രിയയായിരിക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. 2022 മെയ് മാസത്തിൽ വിപണിയിലെത്തിയ LIC ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IPO ആയിരുന്നു. എങ്കിലും ഓഹരി വില ഇപ്പോഴും അതിന്റെ ഇഷ്യൂ വിലയായ 949 രൂപയ്ക്ക് താഴെ തന്നെയാണ്. ലിസ്റ്റിംഗിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയായ 1222 രൂപയിൽ നിന്ന് 40%-ലധികം ഇടിവിലാണ് നിലവിൽ ഓഹരിയുള്ളത്.
സോ നിക്ഷേപകർ എന്ത് ചെയ്യണം? ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് LIC ഇപ്പോഴും വളരെ ആകർഷകമായ ഒരു ഓഹരിയായി തുടരുന്നുണ്ട് എന്നതാണ് വാസ്തവം. മറ്റ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ LICയുടെ PE റേഷ്യോ ഏകദേശം 9.6 മാത്രമാണ്. ഇത് ഓഹരി അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയിലാണ് വ്യാപാരം നടത്തുന്നത് എന്നതിന് സൂചനയാണ്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ സിറ്റി 1475 എന്ന ഉയർന്ന ലക്ഷ്യവില നൽകിയിരിക്കുന്നത് ഈ ഓഹരിയിലുള്ള വലിയ വളർച്ചാ സാധ്യതയെ അടിവരയിടുന്നുണ്ട്. കൂടാതെ കമ്പനി പ്രഖ്യാപിച്ച 1:1 ബോണസും 10 രൂപ ലാഭവിഹിതം ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപത്തിന്റെ മൂല്യം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. പുതിയതായി പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്കും ഇതൊരു മികച്ച അവസരമാണെന്ന് പറയാം. കാരണം ഓഹരി വില അതിന്റെ 52 ആഴ്ചയിലെ ഉയർന്ന നിരക്കായ 1222 രൂപയിൽ നിന്ന് ഏകദേശം 35 മുതൽ 40% വരെ താഴെ, അതായത് 800 രൂപ 810 രൂപ റേഞ്ചിൽ ലഭ്യമാകുന്നത് നല്ലൊരു എൻട്രി പോയിന്റ് ആണ്. മെയ് 29 മുൻപ് ഓഹരികൾ വാങ്ങുന്നവർക്ക് ബോണസ് ഓഹരികൾക്ക് അർഹതയുണ്ടാകും. ബോണസിന് ശേഷം ഓഹരി വില പകുതിയായി കുറയുമെങ്കിലും നിങ്ങളുടെ പക്കലുള്ള ഓഹരികളുടെ എണ്ണം ഇരട്ടിയാകുന്നത് ഭാവിയിൽ വലിയ ലാഭത്തിന് വഴിയൊരുക്കിയേക്കാം. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായതിനാൽ റിസ്ക് കുറവാണെന്നതും കൃത്യമായ ഇടവേളകളിൽ ലഭിക്കുന്ന ഡിവിഡൻഡ് സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നു എന്നതും പുതിയ നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളാണ്. ഇനി LIC ഓഹരികളുടെ നിലവിലെ ടെക്നിക്കൽസ് പരിശോധിച്ചാൽ ചാർട്ടിൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ ട്രെൻഡാണ് ദൃശ്യമാകുന്നത്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ വില 839 രൂപ വരെ ഉയർന്നത് നിക്ഷേപകർക്കിടയിലെ ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉയർന്ന നിലവാരത്തിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതിനാൽ വില പിന്നീട് 816 രൂപ റേഞ്ചിലേക്ക് എത്തിയെങ്കിലും 810 രൂപ എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തിരുന്നു. ഈ സപ്പോർട്ട് നിലവാരത്തിന് മുകളിൽ ഓഹരി തുടരുന്നത് ശുഭസൂചന തന്നെയാണ്. ചാർട്ട് പാറ്റേണുകൾ പരിശോധിച്ചാൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ ഭേദിക്കാൻ ശ്രമിക്കുന്ന റൗണ്ടിംഗ് ബോട്ടം പാറ്റേണിന് സമാനമായ ചലനമാണ് ഓഹരി പ്രകടിപ്പിക്കുന്നത്. ബോണസ്, ഡിവിഡൻഡ് പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ ശരാശരിയിലും ഉയർന്ന വോളിയത്തിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. നിലവിൽ 840 രൂപ എന്നത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി നിലനിൽക്കുന്നുണ്ട്. ഈ നിലവാരത്തിന് മുകളിൽ ഓഹരി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലക്ഷ്യം 865 മുതൽ 880 രൂപ വരെയാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം 805 to 810 നിലവാരത്തിലുള്ള ശക്തമായ പിന്തുണ നിലനിൽക്കുന്നിടത്തോളം കാലം ഓഹരിയുടെ പോസിറ്റീവ് ട്രെൻഡ് തുടരും തന്നെ പ്രതീക്ഷിക്കാം. ദീർഘകാല നിക്ഷേപകർക്ക് ഇത് വാല്യൂ ഇൻവെസ്റ്റിംഗിനുള്ള നല്ലൊരു അവസരം തന്നെയാണ്. എങ്കിലും ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണെന്ന് മറക്കരുത്. അതിനാൽ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ ഒരു സാമ്പത്തിക ഉപദേശകന്റെ സഹായത്തോടെയോ മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക.